आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. रामवृक्ष भेनीपुरी की रेखा चित्र रजिया. पिछले कक्षा में हमने यही पढ़ा कि रजिया एक निपुण चूड़ीहारिन बन जाती है. लेखक के मत में रजिया एक सफल चूड़ीहारिन थी. रजिया की माँ भी ऐसी ही थी उनके ज़माने में. बाद में रजिया और लेखक के मिलन या मुलाकात दुर्लभ हो जाती है. बहुत दिनों बाद जब लेखक गांव में पहुंचा तब रजिया के साथ उनकी पति हसन भी थी. उनकी पति का नाम है हसन. हसन और रजिया की प्रेम कथा वह बताती है. उसके बाद लेखक पटना में एक संपादक के रूप में काम करता था. तब अचानक रजिया वहाँ आती हैं, उनसे मिलते हैं. जब वो पान खाने के लिए दोस्तों के साथ एक प्रसिद्ध पान वाले की दुकान पर गया था तब एक बच्चे आकर कहा कि बाबू, एक औरत आपको बुला रही है. इशारे करके कहा. यहाँ हमारी लेखक को यानी हमारे नायक को बहुत आदर लोग देते थे, क्योंकि पटना में संपादक बहुत कम थे, अखबार भी बहुत कम थे. इसलिए औरतों से बात करना उनके मत से उनकी इज्जत टूट जाएंगे. इसलिए वो किसी से बात नहीं करते थे, यानी औरतों से बात नहीं करते थे, क्योंकि वह बहुत बड़ा आदमी है लोगों के मत से. यहाँ वो पान खाने के बाद उसे जाने की मन नहीं था. इसलिए वो जहाँ वो औरत खड़ी थी वहाँ गया. जाने के बाद उसे धक्का लगा, लेकिन उसे पहचानने देर नहीं लगी. उसे समझ में आया कि वो रजिया ही है और पूछा, रजिया तुम यहाँ कैसे? इतना ही हम पिछले कक्षा में पढ़ा था. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റസിയ തൻ്റെ ജോലിയിൽ തൻ്റെ തൊഴിലിൽ വളരെ മിടുക്കിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അമ്മയേക്കാൾ വലിയ വളക്കാരിയായി മാറിയിരിക്കുന്നു. അതുപോലെ റസിയ തൻ്റെ ഹസനുമൊത്ത് കച്ചവടം നടത്തുന്നു. ഒരു ദിവസം ലേഖകൻ തൻ്റെ ഗ്രാമത്തിൽ വന്ന സമയത്ത് റസിയൻ്റെ കൂടെ റസിയയുടെ ഹസ്ബൻഡ് ഹസനെ കാണുകയും ഹസനെ പരിചയപ്പെടുത്തുകയും റസിയ ചെയ്യുന്നു. അതിനുശേഷം ലേഖകൻ പട്നയിൽ ഒരു എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയ സമയത്ത് ഒരു സ്ത്രീ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഒരു കുട്ടി വരികയും തൻ്റെ മാനം അല്ലെങ്കിൽ അഭിമാനം പോകുമെന്ന പേടി ലേഖകനുണ്ട്. കാരണം അറിയപ്പെടുന്ന ഒരാളായി മാറി നമ്മുടെ ലേഖകൻ. തിരിച്ചു പോകാൻ മനസ്സ് അനുവദിക്കാത്തത് കാരണം അദ്ദേഹം ആ സ്ത്രീ നിന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി അത് റസിയയായിരുന്നു. അങ്ങനെയാണ് റസിയയെ പട്നയിൽ വെച്ച്
അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ചലത്തെ ഹേ ആഗേ കി ഓർ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. सौदा सुलभ करने आई हूँ मालिक, तब तो नए किस्म के लोग हो गए ना. അങ്ങനെ റസിയ നമ്മുടെ ലേഖകനോട് പറയുകയാണ്, ഇവിടെ പട്നയിൽ കച്ചവടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സൗദാക്ക മത്ലബ് सामान बेचने के लिए आया है. ये सुलभ का मतलब है सामान, व्यापार करने आया है. सौदा का मतलब है व्यापार. तब तो नए किस्म के लोग हो गए ना. पीढ़ी तो बदल गया है. किस्म का मतलब है തലമുറ, പീഡി. തലമുറയൊക്കെ മാറിയത് കാരണം പുതിയ പുതിയ ടൈപ്പിലുള്ള പുതിയ പുതിയ ഫാഷനുള്ള വളകൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. नए नए किस्म के लोग होने के वजह से सौदा सुलभ करने के लिए पटना तक आई है रसिया, क्योंकि वहाँ उतना सामान वहाँ लोग उतना नहीं खरीदते हैं. नए नए फैशन की चूड़ियाँ खरीदते हैं. अब लाह की चूड़ियाँ कहाँ किसी को बाती हैं. नए लोग नई चूड़ियाँ. ഇന്ന് എല്ലാവരും വ്യത്യസ്തമായ വളകളാണ് ഇഷ്ടപ്പെടുന്നത്. ലോഹത്തിൻ്റെ, ലാഹ് മത്ലബ് ലോഹത്തിൻ്റെ വളകളാണ്, ഇരുമ്പ് അല്ലെങ്കിൽ അരക്കിൻ്റെ വളകളാണ് ഇന്ന് ആളുകൾക്ക് ഇഷ്ടം. കാരണം പുതിയ ആൾക്കാരാണ്, പുതിയ വളകളാണ്. साज सिंगार की कुछ और चीज़ें भी ले जाती हूँ. पाउडर, क्लिप, क्या क्या चीज़ें ना. नया ज़माना, दुल्हन के नए मिजाज. അതുപോലെ തന്നെ സാജ് സിംഗാർ की कुछ और चीज़ें, അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ടുള്ള, സാജ് സിംഗാർ का मतलब है അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ട്, सजाने के लिए. और कई चीज़ें भी लेकर जाती हैं हमारी रज़िया पटना से. पाउडर, वो क्या क्या है, पाउडർ, ക്ലിപ്പ്, क्या क्या चीज़ें ना. നയ ജമാന, പുതിയ ലോകമാണ്, പുതിയ കാലമാണ്. അതുകൊണ്ട് തന്നെ വള മാത്രം വിറ്റ് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ പൗഡറും ക്ലിപ്പും എല്ലാ സാധനങ്ങളും, അണിഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ റസിയ പട്നയിൽ നിന്ന് വാങ്ങിച്ച് പോകാറുണ്ട്. ദുൽഹനോ കെ നയ മിസാജ്. ദുൽഹൻ എന്ന് പറഞ്ഞാൽ വധു അല്ലെങ്കിൽ മരുമക്കൾ, അവരുടെ പുതിയ രൂപം. കല്യാണം കഴിക്കുന്ന സ്ത്രീകളെയാണ് ഇവിടെ മിക്കപ്പോഴും നമ്മുടെ റസിയ അണിഞ്ഞൊരുക്കുന്നത്. नया रूप है, नया ज़माना है. लोग तरह तरह के सजाने के लिए नए नए सामान खरीदते हैं, नए फैशन के. फिर जरा सा रुक कर बोली, सुना था आप यहीं रहते हैं. അപ്പോൾ ഇതിനിടയിൽ, ഇത് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ റസിയ ലേഖകനോട് ചോദിച്ചു, താങ്കൾ അങ്ങ് ഇവിടെയല്ലേ നിൽക്കുന്നത്? അങ്ങനെ കേട്ടു, അങ്ങനെ കേൾക്കാനിടയായി. സുനാത്ത ആപ് യഹി രഹത്തെ ഹൈ. റസിയ ने पूछा, കഹാ രഹത്തെ ഹൈ മാലിക്. എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ മാലിക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ആദരപൂർവ്വം വിളിക്കുന്ന, മാലിക് എന്ന് ശരിക്കും അർത്ഥം മുതലാളി എന്നാണ്. ഇവിടെ സാറെന്ന് ഉള്ള അർത്ഥത്തിലാണ്
ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, സൂചിപ്പിച്ചിരിക്കുന്നത്. मैं तो अक्सर आया करती हूँ और जब तक पूछूं कि अकेली हो या कि एक अदरवाइज आदमी ने आकर सलाम किया. ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ വരാറുണ്ട്. റസിയ ലേഖനോട് പറയാണ്. എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ പതിവായിട്ട് വരാറുണ്ട് എന്ന് റസിയ ലേഖനോട് പറയുകയാണ്. और जब तक पूछूं कि अकेले हो या എപ്പോഴാണോ നമ്മുടെ റസിയ ലേഖകനോട് ഒറ്റയ്ക്കാണോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ആവുകയും കേക്ക് അതുവയസ് ആദ്മീനെ ആക്കർ സലാം കിയ, ഒരു മധ്യവയസ്കൻ വന്ന് അദ്ദേഹത്തെ സലാം കിയ, നമസ്കാരം പറഞ്ഞു. यहाँ रज़िया लेगर से पूछती है कि आप कहाँ रहते हैं और मैं अक्सर यहाँ आती रहती हूँ. आप यहाँ अकेली हो या ऐसे पूछते वक्त एक अदवयस आदमी आता है और सलाम करता है. यह हसन था. वो यानी अदवयस ആ മധ്യവയസ്കൻ ആരായിരുന്നു? നമ്മുടെ ഹസനായിരുന്നു, റസിയ की पति. लंबी लंबी दाढ़ियाँ, 5 हाथ का लंबा और മുസ്തട ബി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. വലിയ നീളത്തിലുള്ള താടി, അതുപോലെ തന്നെ 5 കൈകൾ ഒരുമിച്ച് വെച്ചാൽ എത്ര നീളമുണ്ടോ അത്രയും നീളം. അതുപോലെ തന്നെ തടിച്ച് കൊഴുത്തിട്ടുണ്ട്. മുസ്തട എന്ന് പറഞ്ഞാൽ തടിച്ച് കൊഴുത്ത, മോട്ട ആദ്മി ബൻ ഗയാ ഹെ. और 5 हाथ का लंबा आदमी है, लंबी लंबी दाढ़ियाँ भी है. हसन का विशेषता है, शारीरिक विशेषता. देखिए मालिक, ये आज भी मेरा पीछा नहीं छोड़ता. എന്നിട്ട് ലേഖനോട് പറയാണ് നമ്മുടെ റസിയ, കണ്ടില്ലേ മാലിക്, ഇദ്ദേഹം ഇപ്പോഴും എൻ്റെ പിന്നിൽ നിന്ന് പോയിട്ടില്ല, എൻ്റെ കൂടെ തന്നെയുണ്ട്. यह कहकर रज़िया हंस पड़ी. अब रज़िया वह नहीं थी किंतु उसकी हंसी वही थी. ഇന്ന് റസിയ ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അവളുടെ ചിരി അങ്ങനെ തന്നെ ഉണ്ട്. വഹി ഹസി വഹി ചുഹുൽ, അതേ ചിരി അതേ തമാശ, അത് അവളുടെ പ്രത്യേകതയായിരുന്നു. रज़िया यहाँ लेकर से बताती है कि हसन उसका पीछा अभी तक नहीं छोड़ा. वो हंसती है, उसकी हंसी, उसकी चुहल वही है जैसे पहले थी. इधर उधर की बहुत सी बातें करती रही और न जाने कब तक जारी रखती कि मुझे याद आया मैं कहाँ हूँ और अब मैं कौन हूँ, कोई देख ले तो. അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയുകയും അങ്ങനെയൊക്കെ സമയം മുന്നോട്ട് പോയി. പെട്ടെന്നാണ് നമ്മുടെ ലേഖകൻ ഓർമ്മ വന്നത്, ഞാനിപ്പോൾ എവിടെയാണെന്നും ഞാൻ ആരാണെന്നും ആരെങ്കിലും കണ്ടാലോ എന്ന്. കാരണം അദ്ദേഹം പേടിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു റെസ്പെക്റ്റൊക്കെ കിട്ടുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്. കുറച്ച് നല്ല പോസ്റ്റിലൊക്കെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, എഡിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തെ പലരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. लोग आदर करते हैं तो उसे डर है कोई देख लेंगे तो. ऐसे लोगों से, यानी रज़िया जैसे लड़की से बात करते कोई देखेंगे तो उसका इज्जत टूट जाएंगे, ऐसे वो सोचता है. अभी उसे याद आया कि वो कहाँ है और वो कौन है, किंतु वह फुर्सत दे तब ना. जब मैंने जाने की बात की, हसन की ओर देख कर बोली, क्या देखते हो,
ज़रा पान भी तो मालिक को खिलाओ. कितनी बार हुमुच कर भरपेट टूंस चुक हो ബാബു കെ ഘർ. ലേഖൻ ഇവിടെ ചിന്തിക്കുകയാണ്, അതിൽ പറയുകയാണ്, കിന്തു വോ ഫുർസത് ദേ തബ്ന. അങ്ങനെ ഒരു അവസരം, അതായത് മറ്റുള്ളവർ കാണാൻ ഇടയാക്കിയിട്ടില്ല ഇതുവരെ. ഫുർസത് का मतलब है मौका देना. ऐसे मौका कभी उन्होंने पैदा नहीं किया जो लोग देखते हैं. ऐसे मौका वो कभी पैदा नहीं किया. जब मैंने जाने की बात की, ഹസൻ की ओर देखकर बोली. ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ, അതായത് ഞാൻ എന്നാ പോട്ടെ എന്ന് പറയാൻ നിന്ന സമയത്ത് ഹസന് നേരെ നോക്കിയിട്ട് അവൾ പറഞ്ഞു, ക്യാ ദേഖ്തേ ഹോ ജറാ പാൻ ബി തോ മാലിക് കോ ഖിലാവോ. എന്താ നോക്കി നിൽക്കുന്നത്, കുറച്ച് പാൻ മാലിക്കിന് കൊടുക്ക്, കുറച്ച് മുറുക്കാൻ, വെറ്റ്ലിയും ഇടയ്ക്കും മുറുക്കാൻ നമ്മുടെ മാലിക്കിന് കൊടുക്കുക. എന്താ നോക്കി നിൽക്കുന്നത്. കിത്നി ബാർ ഹുമുച്ച് കർ ഭർപേട്ട് ടൂൻസ് ചുഖ് ഹോ ബാബു കെ ഘർ. ഒരുപാട് തവണ ആർത്തിയോടുകൂടി, ഹുമച്ച് കർ എന്നാണ് ആർത്തി, ലാലച്ച് സെ, ജബർദസ്തി, ഭർപേട്ട് ടൂസ് ചുഖ് ഹോ ബാബു കെ ഘർ. വയറ് നിറയെ കുത്തി നിറച്ചിട്ടില്ലേ സാറിൻ്റെ വീട്ടിൽ നിന്ന് എന്ന് നമ്മുടെ റസിയ തൻ്റെ ഹസ്ബൻഡിനോട് പറയുകയാണ്. अपनी पति से वो कहती है कि मालिक को पान दे दो. आपने कई बार मालिक के घर से यानी लेगे के घर से बहुत पान खा चुके हैं. जब हसन पान लेने चला गया, रज़िया ने बताया किस तरह दुनिया बदल गई है. അങ്ങനെ ഹസൻ നമ്മുടെ ലേഖന് പാൻ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് റസിയ പറയുകയാണ്, ഒരുപാട് മാറി, ഈ ലോകം ഒരുപാട് മാറി. अब तो ऐसे गाँव है जहाँ के हिंदू मुसलमानों के हाथ से സൗദെ നഹി ഖരീദത്തെ. എപ്രകാരമാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുക്കൾ മുസൽമാൻ്റെ കൈകളിൽ നിന്ന് കച്ചവടം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാറില്ല. अब हिंदू ചുടിഹരിനെ ഹേ, ഹിന്ദു റാസി ഹേ, ദർജി ഹേ. ഇപ്പോൾ ഹിന്ദുക്കളിൽ വളക്കാരികളുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഹിന്ദുക്കളായ തയ്യൽക്കാരുണ്ട്. ദർജി എന്ന് പറഞ്ഞാൽ തയ്യൽക്കാരാണ്. ജബ് റസിയ की पति पान लाने के लिए चला गया, तब रज़िया बताती है कि गांव की बदलाव के बारे में. गांव में अब हिंदू लोग मुसलमान के हाथ से सामान कोई चीज़ नहीं खरीदते. अब हिंदू चूड़ीहारिन है और हिंदू दर्जी है. ഇന്ന് തയ്യൽക്കാരുണ്ട്, ഹിന്ദുക്കളിൽ വളക്കാരികളുമുണ്ട്. इसलिए रज़िया ऐसे खानदानी पेशे वालों को बड़ी दिक्कत हो गई है. അതുകൊണ്ട് തന്നെ റസിയനെ പോലെയുള്ള തലമുറയായിട്ട് ഇങ്ങനെ ഈ തൊഴിൽ ചെയ്തുകൊണ്ടുവരുന്ന, വളക്കാരി എന്ന തൊഴിൽ ചെയ്തുകൊണ്ടുവരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ദിക്കത്ത്, പ്രയാസം, ബുദ്ധിമുട്ട്. പേഷെ, തൊഴിൽ. ഖാന്ദാനി എന്ന് പറഞ്ഞാൽ പരമ്പര. किंतु रज़िया ने यह खुशखबरी सुनाई, मेरे गाँव में ये पागलपन नहीं. ഇത് അവളുടെ നാട്ടിൽ ഉള്ള കാര്യമാണ്, അവളുടെ ഗ്രാമത്തിലുള്ള കാര്യമാണ് പറയുന്നത്. वो उसकी घाव की बात बताई है. और रज़िया ने एक खुशखबरी भी लेगर से सुनाई. क्या सुनाई. क्या यह कि लेगर के गाँव में ये पागलपन नहीं, ഈ ഭ്രാന്ത് നമ്മുടെ ലേഖകൻ്റെ ഗ്രാമത്തിലില്ല. ഏത് ഭ്രാന്ത്. ഇങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ ഭേദഭാവം, ഈ വിവേചനം. പണ്ടൊന്നും ഇങ്ങനെ മുസൽമാനും ഹിന്ദുക്കളും തമ്മിൽ ഒരു ഭേദഭാവം ഉണ്ടായിരുന്നില്ല, ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ചായിരുന്നു നിന്നിരുന്നത്.
ഇപ്പോൾ ഒരുപാട് മാറി എന്ന് പറയാൻ കാരണം അതാണ്. किंतु रज़िया ने ये खुशखबरी सुनाई, मेरे गाँव में ये पागलपन नहीं और मेरी റാണി तो സിവ റസിയ के किसी दूसरे के हाथ से चूड़ियाँ लेती ही नहीं. അതുപോലെ തന്നെ റസിയ ഒരു സന്തോഷ വാർത്ത ലേഖകനെ അറിയിക്കുകയാണ്. എന്താണ് അറിയിച്ചത്? ഈ പ്രാന്ത്, ഈ മുസൽമാനും ഹിന്ദുക്കളും തമ്മിലുള്ള വേർതിരിവ് ഇദ്ദേഹത്തിൻ്റെ, അതായത് ലേഖകൻ്റെ ഗ്രാമത്തിലില്ല. അതുപോലെ തന്നെ നമ്മുടെ ലേഖകൻ്റെ ഭാര്യ, വൈഫ്, പത്നി റസിയൻ്റെ അടുത്തു നിന്നാണ് വളകളൊക്കെ വാങ്ങുന്നത്. വേറെ ആരുടെ അടുത്തൊന്നും വാങ്ങിക്കാറില്ല. लेखक की पत्नी रज़िया के हाथ से चूड़ियाँ खरीदती हैं और लेखक के गाँव में ऐसे पागलपन नहीं है. ये खुशखबर हमारी रज़िया लेखक से बताती हैं. हसन का लाया पान खाकर जब मैं चलने को तैयार हुआ, वो पूछने लगी, मेरा ഡേര കഹാ ഹെ. അങ്ങനെ ഹസൻ പാനുമായി വന്ന സമയത്ത് അത് വന്ന് നമ്മുടെ ലേഖകന് കൊടുക്കുകയും ലേഖകൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ പോകാൻ വേണ്ടി നിന്ന സമയത്ത് അവൾ ചോദിക്കാൻ തുടങ്ങി, എൻ്റെ ഡേര കഹാ ഹെ. ഡേര എന്ന് പറഞ്ഞാൽ തങ്ങുന്ന ഇടം, താമസ സ്ഥലമാണ്. ഡേര ജഹാ രഹത്തെ ഹെ उसी को ढेरा कहते हैं. मैं बड़े पसोपेश में पड़ा. हसन का लाया पान खाकर जब वो चलने को तैयार हुआ, तब वो पूछी कि उसका यानी लेखक का ढेरा कहाँ है, घर कहाँ है, जगह कहाँ है रहने का. मैं बड़े പസോപേഷ് മേ പെടാ. ഞാനൊരു വലിയ സങ്കോചത്തിലായി, ദുഃഖത്തിലായി, എന്താ പറയുക എന്നുള്ളൊരു ചിന്തയിലായി. ഡരിയേ മത് മാലിക്, അക്കേലെ നഹി ആവുങ്കി, യഹ് ബി രഹേഗ. അപ്പോൾ അത് കണ്ടതും, ആ സങ്കോചം കണ്ടതും ഒരു മടി പറഞ്ഞു കൊടുക്കാൻ. കാരണം വലിയ പദവിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. वो डर गया, यानी लेखक उसके पूछने पर वो डर गया. तब रज़िया बताती है कि डरिए मत मालिक, अकेले नहीं आऊँगी, यह भी रहेगा. എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടാവും, പേടിക്കണ്ട. क्या मेरे राजा, ये कहकर वह हसन से लिपट पड़ी. അല്ലേ രാജ. ഇവിടെ രാജ എന്നുകൊണ്ട് താരതമ്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹസനെയാണ്. അല്ലയോ രാജ, അല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ പോവുക. കാരണം ഇവിടെ റസിയയുടെ ഹസ്ബൻഡിനെ, ഹസനെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് ഒന്നും മനസ്സിലില്ല, എല്ലാം തുറന്നു പറയുന്ന, തമാശയിൽ ഒരുപാട് തമാശകൾ പറയുന്ന, വികൃതി കളിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ റസിയ. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. बहुत प्यारी है, नटखट है रज़िया. वो किसी से कुछ भी छुपाते नहीं हैं. वो अपनी पति से बहुत प्यार करती हैं. यही बात हमें यहाँ समझ में आते हैं. वो हसन से लिपट पड़ी, ചുറ്റിപ്പിടിച്ചു. നമ്മുടെ ഹസനെ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് രാജ എന്ന് വിളിച്ച്, അല്ലേ രാജ എന്ന് പറഞ്ഞുകൊണ്ട് ഹസനെ ചുറ്റിപ്പിടിക്കുകയാണ്. പകലി യേ ഷഹർ ഹേ ഷഹർ, എടി പൊട്ടിപ്പെണ്ണെ, ഭ്രാന്തി, ഇത് നഗരമാണ്, നഗരം, സിറ്റി ഹേ, യേ ഷഹർ ഹേ. യോ അങ്ങനെ ചുറ്റിപ്പിടിച്ച സമയത്ത് ഹസൻ പറയുകയാണ്, ഇത് നഗരമാണ്, ഇത് നമ്മുടെ സ്ഥലമല്ല. യോ ഹസനെ ഹസ്തെ ഹുയെ ഉസെ ബാഹെ ചുടായി और बोला, बाबू बाल बच्चों वाली होगी, किंतु इसका बचपना नहीं गया. നമ്മുടെ റസീനെ പോലെയുള്ള ഹസ്ബൻഡ് കുറച്ചൊക്കെ ഒരു ബോധം അല്ലെങ്കിൽ കുറച്ചൊക്കെ വിവരമുള്ള ഒരു വ്യക്തിയാണ്. ഹസൻ പറയാണ്, നമ്മുടെ ലേഖകനോട് പറയാണ്, നമ്മുടെ റസിയ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച സമയത്ത്, ഇത് നഗരമാണ്, ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, മോശമാണ്
എന്നിട്ട് ആ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പിടി വിടിവിച്ചു. അതാണ് ചുടായി എന്ന് പറഞ്ഞാൽ വിടിവിക്കുക. ഒരു പോലെ എന്നിട്ട് പറഞ്ഞു, സാർ കുട്ടികളൊക്കെ ആയി, എന്നിട്ടും ഇവളെ ഈ കുട്ടിത്വം ഇതുവരെ പോയിട്ടില്ല. रज़िया की पति हसन लेके से बताता है कि उसकी बचपना यानी अभी तक नहीं गया है। और दूसरे दिन पाता हूँ रज़िया मेरे डेरे पर हाजिर है. അങ്ങനെ ആ ദിവസം കടന്നു പോവുകയും അടുത്ത ദിവസം ഞാൻ കാണുന്നത് റസിയ എൻ്റെ താമസ സ്ഥലത്ത് വന്നു നിൽക്കുന്നതാണ്. अगले दिन यानी दूसरे दिन रज़िया लेगे के ढेरे पर यानी घर पर हाजिर हैं. मालिक ये चूड़ियाँ रानी के लिए कहकर मेरे हाथों में चूड़ियाँ रख दी. ഈ വളകൾ മാലിക്, ഈ വളകൾ അങ്ങയുടെ പത്നിക്ക് വേണ്ടിയിട്ടാണ്. റാണി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ലേഖകൻ്റെ പത്നിയെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലേഖകൻ്റെ കൈകളിൽ ആ വളകൾ അവൾ കൊടുക്കുകയാണ്. रज़िया कुछ चूड़ियाँ लेगे को देती है रानी के लिए यानी लेगे के पत्नी के लिए. मैंने कहा तुम तो घर पर जाती ही हो, लेती जाओ वही दे देना. ഞാൻ പറഞ്ഞു, यानी लेगे ने कहा तुम तो घर पर जाती ही हो, लेती जाओ वही दे देना. നീ വീട്ടിലേക്കല്ലേ പോകുന്നത്, അങ്ങോട്ടല്ലേ പോകുന്നത്, ഗ്രാമത്തിലേക്കല്ലേ പോകുന്നത്, നാട്ടിലേക്കല്ലേ പോകുന്നത്, അവിടുന്ന് കൊടുത്താൽ മതി. नहीं मालिक, एक बार अपने हाथ से भी पिना देखिए. ഇല്ല മാലിക്, ഇല്ല സാർ, ഇല്ല മുതലാളി എന്നൊക്കെയുള്ള രീതിയിലാണ് വിളിക്കുന്നത്. ഏക് ബാർ അപ്നെ ഹാത്ത് സെ ബി പിനാ ദീക്കിയെ, ഒരു തവണയെങ്കിലും സ്വന്തം കൈകൾ ഉപയോഗിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കൂ. പിനാ ദേക്കിയേക്ക മത്ലബ് പെനാക്കർ ദേക്കിയെ. റസിയ ലേഗേ സെ ഭോലി. വോ കിൽക്കില പടി, അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. हंसने लगी. और जब मैंने कहा अब इस उम्र में, അത് കേട്ടതും ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിലോ, इस उम्र में, वो पूछा, लेकिन ने रज़िया से पूछा. तो वो हसन की ओर देखकर बोली, पूछिए इससे आज तक मुझे यही चूड़ियाँ पिनाते हैं या नहीं. അത് കേട്ടതും, ഈ പ്രായത്തിലാണോ സ്വന്തം ഭാര്യയ്ക്ക് വളയൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അതൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ പണ്ടല്ലേ. എന്നിട്ട് ഹസനെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ചോദിച്ചു നോക്കൂ, ഇദ്ദേഹമാണ് ഇപ്പോഴും എൻ്റെ കൈകളിൽ വളയിട്ട് തരുന്നത്. रज़िया बताती है कि चूड़ियाँ अभी भी उनकी पति पहनाती हैं रज़िया के हाथ में. इससे पूछिए, ऐसे कहती हैं. आशा करता हूँ आप लोगों को आज की कक्षा समझ में ആയേഗെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.